ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ഒപ്പം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷയും പരിഗണിക്കും. അതിജീവിതയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് രഞ്ജിത്തിന്റെ വാദം. വിവരങ്ങളുമായി ദീപ്തിയാണ് ചേരുന്നത്. ദീപ്തി, ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷയൊക്കെ പരിഗണിക്കാനാണ് സാധ്യത. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്നാണ് രഞ്ജിത്തിന് ഏറെ നിർണായകമായ ദിവസം തന്നെയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് രഞ്ജിത്തിന്റെ ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അതുപോലെ തന്നെ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് ഇന്ന് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യം അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു ചോദ്യം ചെയ്യലിലടക്കം രഞ്ജിത്ത് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് വീണ്ടും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയുകയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പരാതിക്കാരിക്കെതിരെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഒരു ആരോപണം ഉയർത്തുകയുണ്ടായി. ഈ പരാതി വ്യാജമാണ്, അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് എന്നൊരു വാദമാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ പ്രധാനമായും കഴിഞ്ഞ തവണ കോടതിയിൽ ഉയർത്തുകയുണ്ടായിരുന്നത്. ഈ ഒരു നടിയുടെ അഭിനയം രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയിൽ ഈ നടി അഭിനയിക്കുകയും ആ നടിയുടെ അഭിനയം മോശമാണ്, അല്ലെങ്കിൽ അഭിനയത്തിൽ ചില തിരുത്തലുകൾ താൻ വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചില അഭിനയം മോശമാണ്, അതുകൊണ്ട് ചില ഭാഗങ്ങൾ വെട്ടിക്കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലുള്ള ഒരു പകയാണ്, അല്ലെങ്കിൽ ഇതിലുള്ള ഒരു വൈരാഗ്യമാണ് ഈ ഒരു പരാതിക്ക് കാരണം എന്നതാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ, അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ പ്രധാനമായ വാദം എന്ന് പറയുന്നത്. ഇതിൽ തുടർന്നുള്ള ഒരു ഗൂഢാലോചന, ഈ ഒരു വൈരാഗ്യത്തിൽ പിന്നിലുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ ഒരു പരാതിക്ക് പ്രധാനമായ കാരണം എന്നതാണ് രഞ്ജിത്തിന്റെ പ്രധാനമായ വാദം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു പരാതിക്കാരി പറയുന്നത് ഇത്തരത്തിൽ കാരവാനിൽ വെച്ച് കയറി പിടിച്ചു എന്നതാണ് പരാതിക്കാരി ഉയർത്തുന്ന പ്രധാനമായ ഒരു പരാതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെ കാരവാനിലടക്കം ഈ ഒരു ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന കാരവാനിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരുടെ അടക്കം ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് അടക്കം ഉണ്ടായിരുന്നു. ഏതായാലും രഞ്ജിത്തിന് കാരവാനിലടക്കം ഈ കാരവാനിൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നതായിരുന്നു ഈ ഒരു കേസിലേറെ നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പോലീസിനെ ദൗർഭാഗ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലായിരുന്നു. എന്നാൽ അതിന് പുറത്തുള്ള ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കേസിൽ പ്രധാനമായും പോലീസിന് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിൽ രഞ്ജിത്ത് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നതാണ് പോലീസിന്റെ പ്രധാനമായ ഒരു വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനഭംഗം, ലൈംഗിക അതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീലാംഗ്യം കാണിക്കൽ എന്നീ 4 വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തി കാരവാനിലെത്തി കയറി പിടിച്ചു എന്നതാണ് രഞ്ജിത്തിനെതിരെ പ്രധാനമായും ഈ നടി ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് ഇത്തരത്തിൽ നടിയുടെ അഭിനയം മോശമായിരുന്നു, അതുകൊണ്ട് തന്നെ ചില തിരുത്തലുകൾ താൻ വരുത്തിയിരുന്നു, അതുപോലെ പല സീനുകളും ഒഴിവാക്കേണ്ടി വന്നിരുന്നു. ഇതിലുള്ള ഒരു വൈരാഗ്യമാണ്, ഇതിന്റെ വൈരാഗ്യത്തിൽ പുറത്തുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ ഒരു പരാതിയുടെ പ്രധാനമായ കാരണം. ഈ ഒരു പരാതി വ്യാജമാണ് എന്നൊരു കാര്യമാണ് രഞ്ജിത്ത് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഇന്ന് രഞ്ജിത്തിന് ഏറെ നിർണായകം തന്നെയാണ്. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. ശരി, വ്യക്തമാണ്. ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിലാണ് വിധി ഇന്ന് വരുന്നത്. ഒപ്പം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷയും പോലീസിന്റെ അപേക്ഷയും ഒക്കെ ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിജീവിതയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് രഞ്ജിത്തിന്റെ വാദം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ദീപ്തിയാണ്.